ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ അബ്രഹാം. പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു കേരളത്തിൽ. പി പരമേശ്വരൻ അനുസ്മരണ പ്രഭാഷണത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 3677 പേർക്ക്. അന്തർ സംസ്ഥാന യാത്രകൾക്കുള്ള മാനദണ്ഡം എല്ലാവരും പാലിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് 60 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷന് വിപുലമായ ഒരുക്കങ്ങളെന്ന് മന്ത്രി കെ ശൈലജ. നാളെ 4 ലക്ഷം ഡോസ് വാക്സിൻ എത്തും. കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി അന്തരിച്ചു. മറഞ്ഞത് മലയാള സാഹിത്യത്തിലെ സൌമ്യമുഖം. ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രധാനമന്ത്രി. ഇന്ത്യയിലെ സമൂഹമാധ്യമ OTT പ്ലാറ്റ്ഫോമുകൾക്കായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് 3-ാം ക്രിക്കറ്റ് ടെസ്റ്റ്. 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് ബാറ്റിംഗ് തകർച്ച. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു കേരളത്തിൽ. പ്രത്യേക വിമാനത്തിൽ ഉച്ചയോടെയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത്. കവടിയാറിൽ പി പരമേശ്വരൻ അനുസ്മരണ പ്രഭാഷണത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയായി. ഭഗവത്ഗീതയെ ജനപ്രിയമാക്കുന്നതിൽ അദ്ദേഹം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതായി ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പുസ്തകവും ശ്രദ്ധേയമാണെന്ന് ശ്രീ നായിഡു പറഞ്ഞു. But for Sri Narayana Guru, Kerala would have drowned in the darkness of social and intellectual decline. Sri Parameswaranji, in his book titled Sri Narayana Guru, the Prophet of Renaissance, puts the life and teachings of Narayana Guru in the right perspective. This book highlights Guru as a torch-bearer of a peaceful social transformation in modern times, a legacy which can be linked with our ancient rishis. ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അധ്യക്ഷനായിരുന്നു. അല്പസമയത്തിനകം വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഉപരാഷ്ട്രപതി ചെന്നൈയിലേക്ക് പോകും. കേരളത്തിൽ ഇന്ന് 3677 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് 480, എറണാകുളം 408, കോട്ടയം 379, കണ്ണൂർ 312, കൊല്ലം 311, പത്തനംതിട്ട 289, ആലപ്പുഴ 275, മലപ്പുറം 270, തിരുവനന്തപുരം 261, തൃശൂർ 260, കാസർഗോഡ് 141, പാലക്കാട് 112, വയനാട് 93, ഇടുക്കി 86 എന്നിങ്ങനെയാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. 4652 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63582 സാമ്പിളുകളാണ് പരിശോധിച്ചത്. രോഗസ്ഥിരീകരണ നിരക്ക് 5.78%. 14 മരണം കൂടി കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 4150 ആയി. 51,879 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. 9,92,372 പേർ ഇതുവരെ രോഗമുക്തി നേടി. ഇന്ന് 3 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. ഇതോടെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 372 ആയി. കേരളത്തിൽ രോഗികളുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ കുറവാണ് കണ്ടുവരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പല സംസ്ഥാനങ്ങളും കോവിഡ് വ്യാപനത്തിന്റെ അടുത്ത തരംഗത്തിന്റെ വക്കിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങളിൽ രോഗത്തിന്റെ തോത് വർദ്ധിച്ചിട്ടുണ്ട്. അന്തർ സംസ്ഥാന ഗതാഗത നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുമ്പോൾ കേന്ദ്ര മാനദണ്ഡങ്ങൾ മറികടക്കാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ രോഗികളുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ കുറവാണ് കണ്ടുവരുന്നത്. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ പേരിൽ കേരളത്തിൽ നിന്നുള്ള യാത്രക്കാരെ കർണാടക സംസ്ഥാനം തടയുന്ന സ്ഥിതി വന്നിട്ടുണ്ട്. സവിശേഷ സാഹചര്യമനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാമെങ്കിലും അവ പൊതു മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാകാൻ പാടില്ല. കേരളത്തിലെ കോവിഡ് റിപ്പോർട്ടിംഗ് സംവിധാനത്തിലെ മികവ് അവഗണിക്കാനാവില്ല. വസ്തുതകൾ മൂടിവെച്ചാണ് വിമർശനമെന്നും അദ്ദേഹം പറഞ്ഞു. ആഴക്കടൽ മത്സ്യബന്ധന കരാർ സംബന്ധിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണ്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കോർപ്പറേറ്റുകളെ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 60 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷന് സംസ്ഥാനത്ത് വിപുലമായ ഒരുക്കങ്ങൾ നടക്കുന്നതായി മന്ത്രി കെ ശൈലജ. കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശം വരുന്നതനുസരിച്ച് ഇവരുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സമീപ പ്രദേശത്ത് വാക്സിൻ എടുക്കുന്നതിനുള്ള കേന്ദ്രങ്ങൾ ഒരുക്കും. 300ഓളം സ്വകാര്യ ആശുപത്രികളിൽ വാക്സിൻ എടുക്കുവാനുള്ള സൌകര്യം ഒരുക്കി വരുന്നതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് നാളെ 4,06,500 ഡോസ് വാക്സിനുകൾ എത്തുമെന്ന് കേന്ദ്രം അറിയിച്ചതായും മന്ത്രി വ്യക്തമാക്കി. ഇടുക്കി ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി 5 വർഷം കൊണ്ട് നടപ്പിലാക്കുന്ന 12,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജ് പ്രഖ്യാപിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കട്ടപ്പനയിൽ അറിയിച്ചു. കുരുമുളക് ഉൾപ്പെടെയുള്ള നാണ്യവിളകളുടെ പുനരുദ്ധാരണത്തിനായുള്ള 30 കോടിയുടെ നിലവിലുള്ള ബജറ്റ് വിഹിതം 100 കോടിയായി ഉയർത്തി. ഇടുക്കിയിലെ കാർഷിക മേഖലയ്ക്ക് മാത്രമായി 3,260 കോടി പാക്കേജിൽ വകയിരുത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
പ്രമുഖ കവിയും ഭാഷാ പണ്ഡിതനും അധ്യാപകനുമായിരുന്ന വിഷ്ണുനാരായണൻ നമ്പൂതിരി അന്തരിച്ചു. 81 വയസ്സായിരുന്നു. അസുഖബാധിതനായി ഏറെ നാളായി വിശ്രമത്തിലായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, കലാ, സാഹിത്യ, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ഒരു റിപ്പോർട്ട്. മാളവത്തിൽ മഴ ചാറിയടങ്ങുന്നു, വെൺപിറാക്കൾ രാവിൽ മട്ടുപ്പാവുകളിൽ ചേക്കേറുന്നു, പഥികർ കെട്ടിറക്കുന്നു മരച്ചോട്ടിൽ, കുടിൽകളിൽ കഥകൾ തമ്പുരുപ്പാട്ടും മുറിപ്പൂ മൗനം. 1939 ജൂൺ 2 തിരുവല്ലയിൽ ജനിച്ച വിഷ്ണുനാരായണൻ നമ്പൂതിരി കോഴിക്കോട്, കൊല്ലം, പട്ടാമ്പി, എറണാകുളം എന്നിവിടങ്ങളിലെ വിവിധ കോളേജുകളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തന്റെ ചുറ്റുമുള്ള മനുഷ്യന്റെ, പ്രകൃതിയുടെ പ്രശ്നങ്ങൾ, ആകുലതകൾ എന്നിവ തന്റേതാക്കി കണ്ട അദ്ദേഹം അവ തന്റെ കവിതകളിൽ വിഷയങ്ങളാക്കി. സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു ഗീതം, അപരാജിത, ആരണ്യകം, ഇന്ത്യ എന്ന വികാരം തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. 2014 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, എഴുത്തച്ഛൻ പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം എന്നിവയും വിഷ്ണുനാരായണൻ നമ്പൂതിരിക്ക് ലഭിച്ചിട്ടുണ്ട്. സംസ്കാരം നാളെ തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തെ കളിപ്പാട്ട നിർമ്മാണ മേഖല ശക്തിപ്പെടുത്തുന്നതിനും കളിപ്പാട്ട നിർമ്മാണത്തിൽ രാജ്യം സ്വയം പര്യാപ്തത നേടുന്നതും ലക്ഷ്യം വെച്ചുകൊണ്ട് ശനിയാഴ്ച ആരംഭിക്കുന്ന ദേശീയ കളിപ്പാട്ട മേളയിൽ വിർച്വലായി പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചതിന്റെ ആവേശത്തിലാണ് കണ്ണൂർ സ്വദേശി ഒളിവിലത്തെ ടി പി മുനീർ. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. തന്റെ മാജിക് ടോയ്സുമായി രാജ്യത്തിനകത്തും പുറത്തും നിരവധി മേളകളിൽ പങ്കെടുത്ത മുനീർ ടോയ് ഫെയറിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചത് ഏറെ ഭാഗ്യമായാണ് കരുതുന്നത്. കുട്ടികളുടെയും മുതിർന്നവരുടെയും ബുദ്ധിശക്തിയും കർമ്മകുശലതയും വർദ്ധിപ്പിക്കുന്ന മാജിക് കളിപ്പാട്ടങ്ങളാണ് മുനീറിന്റേത്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. കളിപ്പാട്ട നിർമ്മാണ രംഗത്ത് രാജ്യം സ്വയം പര്യാപ്തതയിൽ എത്തേണ്ടത് ആവശ്യമാണെന്നും മുനീർ പറയുന്നു. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് സാധാരണക്കാരുടെ ചെറിയ ചെറിയ സംരംഭങ്ങൾ എടുത്തിട്ട് മേലോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ടോയ് ഫെയർ നടത്തുകയാണ്. അപ്പൊ അതിൽ എനിക്കും പങ്കാളിയാവാൻ പറ്റി. അതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. നമ്മളിങ്ങനെ ഒരു ഗ്രാമത്തിൽ ഒരാളിങ്ങനെ ഇപ്പൊ ഇന്ത്യന്റെ ഈ ടോയ് ഫെയർ 2021 എന്ന് പറയുന്ന വലിയൊരു സംരംഭമാണ്. ബുദ്ധിവികാസത്തിനുള്ള നിരവധി ട്രിക്കുകൾ അടങ്ങിയതാണ് മുനീറിന്റെ മാജിക് ടോയ്സ് കിറ്റ്. വിർച്വലായി നടക്കുന്ന കളിപ്പാട്ട മേളയിലൂടെ തന്റെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം. സമൂഹമാധ്യമങ്ങൾ, OTT, ഓൺലൈൻ സ്ട്രീമിംഗ് സൈറ്റുകൾക്കായി കേന്ദ്ര സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പരാതികൾ പരിഹരിക്കുന്നതിനായി സമൂഹമാധ്യമങ്ങൾ പ്രത്യേക സംവിധാനം ഒരുക്കണമെന്ന് മാർഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര വാർത്താവിനിമയ വകുപ്പ് മന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. നിർദ്ദേശങ്ങൾ നടപ്പിലാകുന്നതോടെ അധിക്ഷേപകരമായ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുന്നവരെ തുറന്നുകാട്ടാൻ സമൂഹമാധ്യമങ്ങൾ തയ്യാറാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് 3-ാം ക്രിക്കറ്റ് ടെസ്റ്റ് 2-ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന് ബാറ്റിംഗ് തകർച്ച. 2-ാം ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം കിട്ടുമ്പോൾ 9 വിക്കറ്റിന് 81 റൺസെന്ന നിലയിലാണ്. ഇന്ത്യ 1-ാം ഇന്നിംഗ്സിൽ 145 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് ജംഷഡ്പൂർ FC ബംഗളൂരു FCയെ നേരിടും. ഗോവയിലെ തിലക് മൈതാനിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 257 പോയിന്റ് ഉയർന്ന് 51,039-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 115 പോയിന്റ് നേട്ടത്തോടെ 15,097-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 280 രൂപ കുറഞ്ഞ് 34,720 രൂപയും ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 4,340 രൂപയുമാണ് ഇന്നത്തെ വില. പാചകവാതക വില വർദ്ധിച്ചു. ഗാർഹിക സിലിണ്ടറിന് 25 രൂപയാണ് വർദ്ധിച്ചത്. സംസ്ഥാനത്ത് പൊതുവെ ചൂട് വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. രാവിലെ 11 മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു കേരളത്തിൽ. പി പരമേശ്വരൻ അനുസ്മരണ പ്രഭാഷണത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 3677 പേർക്ക്. അന്തർ സംസ്ഥാന യാത്രകൾക്കുള്ള മാനദണ്ഡം എല്ലാവരും പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് 60 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷന് വിപുലമായ ഒരുക്കങ്ങളെന്ന് മന്ത്രി കെ ശൈലജ. നാളെ 4 ലക്ഷം ഡോസ് വാക്സിൻ എത്തും. കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി അന്തരിച്ചു. മറഞ്ഞത് മലയാള സാഹിത്യത്തിലെ സൌമ്യമുഖം. ഇന്ത്യയിലെ സമൂഹമാധ്യമ OTT പ്ലാറ്റ്ഫോമുകൾക്കായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച കേന്ദ്ര സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് 3-ാം ക്രിക്കറ്റ് ടെസ്റ്റ് 2-ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് ബാറ്റിംഗ് തകർച്ച. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.